എന്താ നിങ്ങൾ കണ്ടില്ലേ? ഇന്ന് നാം കാരണം ആ രാക്ഷസി ജോഡിലെയും അവളുടെ സഹായിയും പലായനം ചെയ്യാൻ നിർബന്ധിതരായി തീർന്നു. ഇതെന്താ നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? പറയൂ. അതോ ഇപ്പോഴും നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്റെ കുമാരൻ തന്നെയാണ് രൂപനഗരത്തിന് യോഗ്യനായ അവകാശി. ഇല്ല, ഇപ്പോൾ ഇവിടെ ആർക്കും യാതൊരു സംശയവുമില്ല. രൂപനഗരത്തിന്റെ യഥാർത്ഥ അവകാശി മറ്റാരുമല്ല, അത് കേവലം കുമാരദേവനാണ്. ഏവരും പറയൂ, കുമാരദേവൻ വിജയിക്കട്ടെ! കുമാരദേവൻ വിജയിക്കട്ടെ! ഇനി ആ രാക്ഷസി നമ്മുടെ നേർക്ക് ആക്രമണം നടത്തുന്നതിന് മുൻപ് 1000 തവണ ചിന്തിക്കും. ഇവിടെ കുമാരദേവൻ ഉള്ളപ്പോൾ ഈ രൂപനഗരത്തെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. രാക്ഷസർ നമുക്ക് യാതൊരു ഹാനിയും വരുത്താനും പോകുന്നില്ല. പിതാശ്രീ, പിതാശ്രീ, ഇത് കഴിക്കൂ. ഇത് കഴിച്ചങ്ങ് വിശ്രമിച്ചാലും. നമുക്ക് എങ്ങനെ നിദ്രയുണ്ടാകും പുത്രി? അതെന്താ നിദ്രയില്ലാത്തത്? പുത്രി, നമുക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിന്നെ ഒന്ന് വിളിപ്പിക്കണമെന്ന് നാം കരുതിയതാണ്. എന്തായാലും നന്നായി, നീ സ്വയം വന്നല്ലോ. എന്നാൽ പിതാശ്രീ, ഈ സമയത്ത് അധികം സംസാരിക്കുന്നത് ഉചിതമല്ല. അങ്ങ് ആദ്യം സുഖം പ്രാപിക്കട്ടെ, അതിനുശേഷം സംസാരിക്കാം. ഇതാ, ഇപ്പൊ നാം നൽകുന്നത് അങ്ങ് കഴിച്ചാലും. കേൾക്കു പുത്രി, നമ്മുടെ പക്കൽ അധികം സമയമില്ല. ഇന്നും നമുക്ക് ഈ കാര്യം പറഞ്ഞേ മതിയാവൂ. രൂപനഗരത്തിന്റെ ഭാവി നമ്മുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു, നമ്മുടെ സിദ്ധാന്തങ്ങളെ അനുസരിച്ചിരിക്കുന്നു. എന്നാൽ ഭാവിയെക്കുറിച്ച് അങ്ങ് ഇത്രയും ആശങ്കപ്പെടുന്നത് എന്തിനാ? രൂപനഗരത്തിന് ഏറ്റവും യോജിച്ച ഒരു രാജാവിനെ ലഭിച്ചു കഴിഞ്ഞല്ലോ. കുമാരദേവൻ അത് തെളിയിക്കുകയും ചെയ്തതാണല്ലോ. അദ്ദേഹത്തിന്റെ കരങ്ങളിൽ രാജ്യം സുരക്ഷിതമാണ്. എന്നിട്ടും അങ്ങ് ഭയപ്പെടുന്നത് എന്തിനാണ്? നമുക്ക് രൂപനഗരത്തിന്റെ അനന്തരാവകാശിയെ ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ അത് കുമാരൻ ദേവനല്ല. അത് നീയാണ്. നീയാണ് രൂപവതി. വീണ്ടും ഭീകരമായൊരു ആക്രമണം. ഓരോ തവണയും ഇതുപോലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ രാജകുടുംബത്തിന് എന്തെങ്കിലും ഒരു നാശനഷ്ടം ഉണ്ടാകാറുണ്ട്. അങ്ങനെ നാശമുണ്ടായാൽ അത് നികത്തുന്നത് അസംഭവ്യമാണ്. കഴിഞ്ഞ തവണയും സംഭവിച്ചിരുന്നു. മഹാരാജൻ, ഇനി അങ്ങ് രാജകുമാരിയുടെ നാമകരണം നടത്തിയാലും. മഹാറാണി, നമ്മുടെ പുത്രിയുടെ നാമകരണം അവിടെ നടത്തിയാലും. എന്നാൽ നാം എന്ത് നാമം നൽകും മഹാരാജൻ? ആഹാ, നോക്കു മഹാരാജൻ, ഇവളുടെ വിടുന്ന പുഞ്ചിരി അങ്ങ് കാണുന്നില്ലേ? ഇവൾ പുഞ്ചിരിക്കുമ്പോൾ എത്ര സുന്ദരിയായിരിക്കുന്നു. താരകങ്ങൾ പൊഴിയുന്ന പോലെയുണ്ട്. മഹാരാജൻ, നമുക്കൊരു നാമം ലഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കൊച്ചു സുന്ദരിയുടെ പേരാണ് രൂപവതി. രൂപവതി, അതിസുന്ദരം, അതിസുന്ദരം. മഹാരാജൻ വിക്രമദേവൻ വിജയിക്കട്ടെ! മഹാരാജൻ വിക്രമദേവൻ വിജയിക്കട്ടെ! മഹാരാജൻ വിക്രമദേവൻ വിജയിക്കട്ടെ! മഹാരാജൻ വിക്രമദേവൻ വിജയിക്കട്ടെ! ഇന്ന് നിങ്ങൾ ഏവരും ഇവിടെ
ഇവിടെ എത്തിച്ചേരാൻ ഒരു കാരണമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഏവരും അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു. ആ നിമിഷം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. ഇത് തന്നെയാണ് ഈ രാജ്യത്തിന്റെ രത്നം, രാജകുമാരി രൂപവതി. ഇത്തവണ നമ്മുടെ വംശത്തിന്റെ പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ ആരാധ്യയായ ദേവിയുടെ ക്ഷേത്രത്തിൽ രാജകുമാരി രൂപവതിയുടെ തിലകം ചാർത്തൽ നടക്കുന്നതാണ്. ഇതാ ഈ ചടങ്ങിലേക്ക് രാജകുടുംബത്തിന്റെ നാമത്തിൽ നാം നിങ്ങളേവരെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ വംശത്തിൽ ഇതാദ്യമായി സംഭവിക്കുകയാണ്. മുതിർന്ന സന്താനമായി ഒരു പെൺകുട്ടി ജനിച്ചിരിക്കുന്നു. നമ്മുടെ മഹാറാണി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിക്കൊണ്ട് എല്ലാ പ്രതീക്ഷകളും തകർത്തു കളഞ്ഞു. സഹോദര, നമുക്ക് ഭയം തോന്നുകയാണ്. ഇനി പെൺകുഞ്ഞിന്റെ ജന്മം കാരണം നമ്മുടെ വംശത്തിന് പതനം സംഭവിക്കുമോ എന്ന്. എന്താണ് പറയുന്നത്? വംശത്തിന് എങ്ങനെയാണ് പതനം സംഭവിക്കുന്നത്? ഈ രാജ്യത്തിന്റെ മഹാറാണി എന്ന നിലയ്ക്ക് നിങ്ങൾക്കൊരു കർത്തവ്യം ഉണ്ടായിരുന്നു, ഈ രാജവംശത്തിന്റെ അഭിമാനം സംരക്ഷിക്കുക. എന്നാൽ നിങ്ങൾക്കതിന് സാധിച്ചില്ല. കാമിനി, ഇന്ന് ഈ ശുഭദിനത്തിൽ ഇത്തരം അശുഭവാക്കുകൾ ആർക്കും ശോഭനമാവില്ല. അഥവാ നിന്റെ സിരകളിൽ രാജവംശത്തിന്റെ രക്തമായിരുന്നുവെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു. ജ്യേഷ്ഠ, അങ്ങ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നമ്മെ അപമാനിച്ചിരിക്കുകയാണ്. എങ്കിലാവട്ടെ, ഇതിന്റെ ഫലം അങ്ങ് അനുഭവിക്കേണ്ടി വരുന്നതാണ്. അങ്ങ് കാത്തിരുന്നോളൂ. ഒരു ദിവസം ഈ പെൺകുട്ടി തന്നെ നിങ്ങളുടെ വിനാശത്തിന് കാരണമായി തീരും. അതിനുവേണ്ടി കാത്തിരുന്നുകൊള്ളൂ. രാജപുരോഹിത, അങ്ങ് ആരംഭം കുറിച്ചാലും. ഇതെന്താണ് സംഭവിച്ചത്? ജോഡില, അവൾ വീണ്ടും രൂപനഗരത്തിന്മേൽ ആക്രമണം നടത്തുകയാണ്. മഹാരാജൻ, നമ്മൾ എത്രയും വേഗം രാക്ഷസന്മാരുടെ ആക്രമണത്തെ തടയേണ്ടതാണ്. നാം ഏവരെയും കൂട്ടി വരുന്നതാണ്. പരമാക്ഷി, വരൂ.